കഴിഞ്ഞ ആഴ്ച അത്യാവശ്യമായിട്ട് സ്ഥലം വിട്ടു പോകേണ്ടി വന്നതിനാൽ കഴിഞ്ഞ ആഴ്ച എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ പുനരാരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. രക്ഷാ ദൈവശാസ്ത്രം വിശ്വാസ പ്രതിവാദ വീക്ഷണത്തിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് 8ാമത്തെ ക്ലാസ്സാണ്. ഇനിയും മറ്റാരെങ്കിലും എടുത്ത 2-3 പേരൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത സൈക്കിൾ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. നമ്മളിപ്പോഴും രക്ഷാ ദൈവശാസ്ത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പാപശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അടുത്ത ഫേസിൽ രക്ഷാ ദൈവശാസ്ത്രം സോറ്ററിയോളജി പ്രോപ്പറിലേക്ക് കടക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നത് സാത്താൻ ഒരു സർപ്പമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ, സാത്താൻ തന്നെയാണോ വന്നത്, അതോ സാത്താന് ഒരു സർപ്പത്തിൽ പ്രവേശിച്ചു എന്നേ ഉള്ളോ? യേശുക്രിസ്തു മനുഷ്യനായി വന്നതുപോലെ പിശാചൊരു സാത്താനായി വന്നതാണോ, അതോ ഒരു സർപ്പത്തിൽ പ്രവേശിച്ച് അങ്ങനെ സർപ്പത്തെ ഉപയോഗിച്ചതാണോ? സർപ്പത്തെ ഉപയോഗിച്ചതാകാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ സാത്താൻ എന്തിനാണ് ഒരു മധ്യവർത്തിയെ ഉപയോഗിച്ച് നേരിട്ട് വന്നങ്ങ് പരീക്ഷിച്ചാൽ പോരായിരുന്നുവോ? പാമ്പിനേക്കാളും കുറച്ചുകൂടെ ശക്തമായിട്ട് പരീക്ഷിക്കാൻ കഴിയുകയില്ലായിരുന്നുവോ? എന്തിന് പാമ്പിനെ ഉപയോഗിച്ചു? നമ്മളതും ചിന്തിച്ചതാണ്. ഒരു പക്ഷെങ്കിൽ എന്നും കാണുന്ന പാമ്പിനോട് കൂടുതൽ ഹൗവ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. 2, സാത്താൻ നേരിട്ട് വന്നു എന്ന് ഹൗവയ്ക്ക് മനസ്സിലായാൽ അതുതന്നെ ഹൗവ ഈ പരീക്ഷയിൽ വീഴാതിരിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് സാത്താന് ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മധ്യവർത്തിയെ അല്ലെങ്കിൽ ഒരു മീഡിയത്തെ ഉപയോഗിച്ചത്. അതുമല്ലെങ്കിൽ സാത്താൻ നേരിട്ട് വന്ന് അവൻ്റെ ശക്തി ഉപയോഗിച്ച് പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ ദൈവം നേരിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. നമ്മൾ ആസയുടെ പ്രാർത്ഥന ഓർക്കുന്നുണ്ടായിരിക്കും. ആസ പ്രാർത്ഥിച്ചത്, ദൈവമേ, ബലവാനും ബലഹീനനും തമ്മിൽ പ്രശ്നം വരുമ്പോൾ നീ മാത്രമേ ഉള്ളൂ സഹായിക്കാൻ. അല്ലെങ്കിൽ അത് നമ്മൾ വേറൊരു രീതി ചിന്തിച്ചാൽ, ബലവാനും ബലഹീനനും തമ്മിൽ പ്രശ്നം വരുമ്പോൾ ദൈവത്തിന് ഇടപെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതുപോലെ നമ്മുടെ ഭരണക്രമത്തിൻ്റെയൊക്കെ വാസ്തവത്തിൽ ആധാരശില അതാണ്. ബലഹീനരെ, ബലമുള്ളവർ ചൂഷണം ചെയ്യാതിരിക്കാനായിട്ട് അനേക നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ പോലീസിൻ്റെയൊക്കെ ജോലിയിൽ അതൊരു പ്രധാന കർത്തവ്യമാണ്. അതേ തത്വം തന്നെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഇടപെടൽ. ഒരു മനുഷ്യന് താൻ തന്നെ പരീക്ഷയിൽ തോറ്റ് അല്ലെങ്കിൽ പ്രലോഭനത്തിൽ തോറ്റ് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ മനുഷ്യനാണ്. അതേസമയത്ത് പിശാച് ബലപ്രയോഗത്തിലൂടെ ഒരുത്തനെ പരാജയപ്പെടുത്തിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം പിശാചിനാണ്. അപ്പോൾ ആ ശക്തൻ അശക്തനെ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവം ഇടപെടേണ്ടതായിട്ട് വരും. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതുപോലെ നമ്മൾ അവസാനം ചിന്തിച്ചുകൊണ്ടിരുന്നത്, പാമ്പ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ സഹായിക്കുകയായിരുന്നില്ലേ? അപ്പം പിന്നെ പാമ്പിനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ അത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. എന്നാലും ഇന്ന് ഒരു കണ്ടിന്യൂറ്റിക്കായിട്ട്, ഒന്നാമതായിട്ട് ദൈവം മനുഷ്യരെ വീഴ്ത്താനായിട്ട് ആഗ്രഹിച്ചിരുന്നുമില്ല, പദ്ധതി ഇട്ടിരുന്നുമില്ല. മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണം, അത് കഴിഞ്ഞ് എൻ്റെ സ്നേഹം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ദൈവം പദ്ധതി ഇട്ടിരുന്നതായിട്ട് കാൽവിനിസ്റ്റിക് ലീനിങ്സ് ഉള്ള ചിലർ പറയാറുണ്ട്. അതായത് കാൽവിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രഗത്ഭനായ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം കരുതിയിരുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന ശരിയും തെറ്റുമെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ചാണ്. മനുഷ്യൻ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിനെല്ലാം ദൈവത്തിൻ്റെ തീരുമാനം പുറകിലുണ്ട് എന്നാണ് കാൽവിൻ വിശ്വസിച്ചിരുന്നത്. അപ്പം കാൽവിനിസ്റ്റുകളായിട്ടുള്ള പലരും പറയുന്നത് മനുഷ്യൻ പാപം ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞ് അവരോട് ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ദൈവത്തിന് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു പദ്ധതിയും ഇട്ടിരുന്നില്ല. മനുഷ്യരെ വഴി തെറ്റിച്ചിട്ട് തൻ്റെ മഹത്വം കാണിക്കുന്നവനല്ല ദൈവം. സദ്വഴിയിൽ മനുഷ്യനെ നയിച്ചിട്ട് അതിലൂടെയാണ് ദൈവം തൻ്റെ മഹത്വം കാണിക്കുന്നത്. മനുഷ്യൻ വീഴുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ഫോർനോളജിനെ കുറിച്ച്
മുൻ അറിവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. മനുഷ്യൻ വീഴുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ മുന്നറിവും ദൈവത്തിൻ്റെ ഇച്ഛയും വ്യത്യാസമാണ്. ദൈവത്തിനൊരു കാര്യം മുന്നറിയാമെന്നുള്ളത് കൊണ്ട് അതാണ് ദൈവത്തിൻ്റെ ഇച്ഛ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. അതിന് ഒരു സാധാരണ ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഒരു അധ്യാപകന് വർഷാരംഭത്തിൽ തന്നെ 1 മാസമൊക്കെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഏകദേശം അറിയാം ഇതിൽ തോക്കാൻ പോകുന്നവരാരാ, ജയിക്കാൻ പോകുന്നവരാരാണ് എന്നൊക്കെ. എന്നാൽ ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകന് അവരെ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുകയോ അവസരങ്ങൾ ചിലർക്ക് നിഷേധിക്കുകയും ചിലർക്ക് കൊടുക്കുകയോ അതുപോലെ പരീക്ഷയിൽ ഇവരെങ്ങനെയും തോക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല. അധ്യാപകന് പ്രൊഫഷണൽ ഫോർനോളജ് ഉണ്ട്. അവൻ ഒരു നല്ല അധ്യാപകനായതുകൊണ്ട് ഏതൊക്കെ വിദ്യാർത്ഥി എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ പരീക്ഷയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരും മാർക്ക് നേടുന്നതെന്നൊക്കെ ഉള്ളത് അധ്യാപകന് അറിയാം. അത് അവൻ്റെ മുന്നറിവാണ്. പക്ഷെ ആ മുന്നറിവ് വെച്ച് ഈ കുട്ടി പരാജയപ്പെടണമെന്നൊരു നല്ല അധ്യാപകൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. മറിച്ച് തൻ്റെ വിദ്യാർത്ഥികളെല്ലാവരും ജയിക്കണമെന്ന് തന്നെയാണ് അധ്യാപകന്റെ ഇച്ഛ. അപ്പം ഇച്ഛയും മുന്നറിവും രണ്ടാണ്. ദൈവത്തിൻ്റെയും ഇച്ഛയും മുന്നറിവും രണ്ടാണ്. ശരിയാ, മനുഷ്യൻ വീഴുമെന്ന് ദൈവത്തിന് അറിയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യന് വീഴണമെന്നല്ലായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. മനുഷ്യന്റെ പ്രതിഫലത്തിലോ ശിക്ഷയിലോ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ദൈവം തൻ്റെ മുന്നറിവോ ഇച്ഛയോ മനുഷ്യനിൽ പ്രയോഗിക്കുന്നില്ല. ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ച് ഇവൻ വീഴാനുള്ളവനാണ്. അതുകൊണ്ട് ഇവനെ എങ്ങനെങ്കിലും വീഴ്ത്തിക്കളയാം, അങ്ങനെ ഒരു പരിപാടി ദൈവത്തിനില്ല. ഇവനെ എങ്ങനെയും വഴിതെറ്റിക്കണം, ഇവനെ എന്നിട്ട് ശരിയാക്കണം, നരകത്തിലിട്ട് പൊരിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമില്ല. മനുഷ്യന്റെ ശിക്ഷയും പ്രതിഫലവും ഈ 2 കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം തൻ്റെ ഇച്ഛയോ അല്ലെങ്കിൽ തൻ്റെ മുന്നറിവോ ഉപയോഗിക്കുന്നേയില്ല. ഒരു മനുഷ്യൻ മനുഷ്യനോട് ഇടപെടുന്നത് പോലെ സാധാരണ രീതിയിലാണ് ദൈവം മനുഷ്യരോട് ഇടപെടുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഇച്ഛയോ ദൈവത്തിൻ്റെ മുന്നറിവോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ദൈവം മിക്സ് ചെയ്യാറില്ല. അങ്ങനെ ദൈവം മിക്സ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജനിക്കുമ്പം തന്നെ വേണേ മനുഷ്യനെ നരകത്തിലേക്ക് വിടാം. കണ്ടാലേ അറിയാം ഇവനൊരു കള്ള ലുക്കുണ്ട്, ഇവൻ എന്നെ സ്വീകരിക്കത്തില്ല, ഇവൻ നരകത്തിൽ പോകാനുള്ളവനാ എന്നും പറഞ്ഞ് ജനിക്കുമ്പം തന്നെ വേണേൽ അങ്ങ് നരകത്തിലേക്ക് വിടാം, അല്ലേ? ദൈവത്തിൻ്റെ ആ തീരുമാനം തെറ്റെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ മുന്നറിവിൽ കൃത്യമായിട്ടൊരു ജനിച്ച കുഞ്ഞ് ഇത് നരകത്തിലേ പോകൂ എന്ന് ദൈവത്തിന് അറിയാം. അപ്പം വേണമെങ്കിൽ കുഞ്ഞിൻ്റെ ലെവലിൽ തന്നെ നീ നരകത്തിലേക്ക്, നീ സ്വർഗത്തിലേക്ക് പൊക്കോ എന്നും പറഞ്ഞ് ദൈവത്തിനും ചെയ്യാം. ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ കുറെ കൂടെ പുറകോട്ട് പോയാൽ സൃഷ്ടിക്കാതെ തന്നെ വേണമെങ്കിൽ നരകത്തിലേക്ക് വിടാം. ദൈവത്തിന് തൻ്റെ ആശയത്തിലുള്ള മനുഷ്യരെ 2ആയിട്ട് തരംതിരിക്കുക. എൻ്റെ ആശയത്തിലുള്ള ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാണ്, ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോകാനുള്ളവനാണെന്നും പറഞ്ഞ് ആശയത്തിൽ തന്നെ അവരെ അങ്ങ് സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സൃഷ്ടിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാ സൃഷ്ടിക്കുന്നത്? സൃഷ്ടിക്കാതെ തന്നെ അറിയാം ആരാ നരകത്തിൽ പോകുന്നത്, ആരാ സ്വർഗത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞാൽ യാന്ത്രികമായിട്ട് ദൈവനിശ്ചയം അനുസരിച്ചല്ല ആരും നരകത്തിലും സ്വർഗത്തിലും പോകുന്നത്. മറിച്ച് അവരവര് ദൈവത്തിൻ്റെ മഹാകൃപയില് ദൈവം ഒരുക്കിയ കാൽവറി ക്രൂശിലെ രക്ഷ നിരാകരിക്കുന്നത് കൊണ്ടാണ് നരകത്തിലോ പോകുന്നത്. അതുപോലെ ആ രക്ഷ സ്വീകരിക്കുന്നത് കൊണ്ടാണ് സ്വർഗത്തിൽ പോകുന്നത്. നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് എഫേസ്യ ലേഖനം 2:8, 8-9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു വാക്യമുണ്ട്. അവിടെ കൃപയാലാണ് നമുക്ക് രക്ഷ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാ. പക്ഷെ അത് നമ്മൾ ഒറ്റ വായനയ്ക്ക് നോക്കിയാൽ ഒരു പക്ഷെങ്കിൽ കൃപയാലാ വിശ്വാസവും കിട്ടുന്നെന്ന് തോന്നിപ്പോ. എന്ന് പറഞ്ഞാൽ ചിലരെ തെരഞ്ഞു പിടിച്ച് ദൈവത്തിന് കൃപ തോന്നി അവരുടെ ഹൃദയത്തില് വിശ്വാസം കൊണ്ട് വെക്കുക, ചിലരുടെ ഹൃദയത്തിൽ അവരോട് കൃപയില്ലാത്തത് കൊണ്ട് അവിശ്വാസം കൊണ്ട് വയ്ക്കുക. അപ്പം ദൈവം കൊടുത്ത ആ കൃപയിൽ അധിഷ്ഠിതമായ വിശ്വാസത്താലാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് ഒരാൾ നശിച്ചു പോകുന്നത്. അപ്പൊ ഇതിന്റെ കാരണക്കാരനാരാ? ഒരാൾ നരകത്തിൽ പോകുന്നതിന്റെ കാരണക്കാരനാരാ? ശങ്കരൻ നരകത്തിൽ പോയി. ശങ്കരൻ നരകത്തിൽ പോയാൽ ആരാ കാരണക്കാരൻ? ശങ്കരനാ. പക്ഷേ ഈ വിശ്വാസം പോലും ദൈവമാ കൊടുക്കുന്നത്
എന്നുള്ള ഇത് വന്നാൽ ശങ്കരൻ നരകത്തിൽ പോകുന്നതിൻ്റെ ഉത്തരവാദി ആരാ? ദൈവമാണ്. ദൈവമായിരുന്നു വിശ്വാസം കൊടുക്കണ്ടേ? അല്ലെ മത്തായിക്ക് ദൈവം വിശ്വാസം കൊടുത്തില്ല. അതുകൊണ്ട് മത്തായി നരകത്തിൽ പോയി. ആരാ കുറ്റക്കാരൻ? ദൈവമാണ്. എന്തുകൊണ്ട് കൊടുത്തില്ല? അപ്പൊ അവര് പറയും ദൈവം സർവശക്തനാ, ദൈവം ചെയ്യുന്ന എല്ലാം ശരിയാ. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ ദൈവം തോന്നിയതുപോലെ ആർബിറ്ററി ആയിട്ട് ചെയ്യുന്നവനാണോ, അതോ അവന്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ദൈവം പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ ഏറ്റവും പ്രധാന സ്വഭാവം എന്തുവാ? ലവ്, സ്നേഹം. സ്നേഹമുള്ള ദൈവത്തിന് കുറെ പേരെ വിശ്വാസം കൊടുക്കാതെ ഇരുന്നിട്ട് നരകത്തിലേക്ക് തള്ളിയിടാൻ പറ്റുമോ? ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹവാനായ ദൈവത്തിന് ഒരാൾക്ക് വിശ്വാസം നിരാകരിച്ചിട്ട് അവനെ നരകത്തിലേക്ക് ഇടാനായിട്ട് ഒരിക്കലും കഴിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് സ്നേഹമില്ല എന്ന് പറയുന്നത് പോലാണ് ദൈവത്തിന് സ്നേഹമില്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കാരണം ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. മാത്രമല്ല, ആ വാക്യം നമ്മൾ പരിശോധിച്ചാൽ ഗ്രീക്ക് ഭാഷയില് അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറയുന്ന അതിനും എന്ന് പറയുന്ന വാക്ക് ന്യൂട്ടറാണ്, അല്ലെങ്കിൽ നപുംസകലിംഗത്തിലാണ്. അതിനും നിങ്ങൾ കാരണമല്ല. ഒന്ന് വായിക്കാമോ? എഫേസ്യർ 2:8 വാക്യം. മൈക്കിലെ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഓക്കെ, അതിനും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ വായിച്ചാലോ അതാ അല്ലേ? പുല്ലിംഗത്തിൽ പറയണ എന്ത് പറയണം? അതിലേക്ക് വരാം. ഓക്കെ, ഇത് പുല്ലിംഗമാകണമായിരുന്നില്ല, എങ്ങനെ പറയണം? അതിനും അവനും എന്ന് പറയണമായിരുന്നു. സ്ത്രീലിംഗമായിരുന്നല്ലോ, അവൾക്കും. ഇവിടെ ഉപയോഗിച്ചേക്കുന്നേ അതിനും. ഈ പോഡിയത്തിനും മേശയ്ക്കും കസേരയ്ക്കും അതിനെക്കുറിച്ചൊക്കെ അതിന് ഇത്ര രൂപയാ, അതിന് ഇത്ര രൂപയാ, അതിന് ഇത്ര രൂപയാ. സൈസവറിനെ കുറിച്ച് എനിക്ക് അതിനെന്ന് പറയാൻ പറ്റുമോ? ഒന്നിൽ അവനെന്ന് പറയാം, അല്ലെങ്കിൽ ബഹുമാനത്തോടെ. ഞാൻ ബഹുമാനത്തോടെ പറയത്തുള്ളൂ കേട്ടോ, അദ്ദേഹത്തിന് അല്ലേ. ഇവിടെ ഈ അതിനെന്ന് പറഞ്ഞേക്കുന്നത് ന്യൂട്ടർ ജെൻഡറില, നപുംസക ലിംഗത്തില. അത് വിശ്വാസത്തെക്കുറിച്ചാകാനേ പറ്റില്ല. കാരണം ഗ്രീക്കിൽ വിശ്വാസം എന്ന് പറയുന്നത് പെണ്ണാണ്. ഗ്രീക്കിൽ എല്ലാ പദത്തിനും പുല്ലിംഗം, സ്ത്രീലിംഗം അല്ലെങ്കിൽ നപുംസലിംഗം ഉണ്ട്. ലിംഗമില്ലാത്ത പദങ്ങളില്ല. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, അതിനുമെന്ന് പറയുന്ന പുല്ലിംഗമാണ്. ഒരു സ്ത്രീലിംഗ പദത്തെ ഒരു പുല്ലിംഗ പദം കൊണ്ട്, നപുംസക പദം കൊണ്ട് ഒരിക്കലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രോനൗണാണ്. അതായത് മുന്നേ പറഞ്ഞേക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവനാമമാണ് ഈ അതിന്. വിശ്വാസത്തെക്കുറിച്ച് പറയാൻ അവൾക്കെന്നേ പറയാൻ പറ്റത്തുള്ളൂ. സഭയെക്കുറിച്ച് എങ്ങനെയാ പറയുന്നേ? സ്ത്രീയായിട്ടാ എന്ന് പറഞ്ഞ പോലെ വിശ്വാസവും സ്ത്രീയാ. അപ്പൊ ഈ അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞേക്കുന്ന വിശ്വാസത്തെക്കുറിച്ചേ അല്ല, മറിച്ച് അത് രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ്. രക്ഷയെക്കുറിച്ച് പോലും അല്ല. രക്ഷയുടെ ലിംഗവും മസ്കുലൈനാ, പുല്ലിംഗമാണ്. ഇപ്പൊ രക്ഷയെക്കുറിച്ചും അല്ല, രക്ഷാ പദ്ധതിയെക്കുറിച്ചാ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് അതിനും എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് നശിച്ചു പോകുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാര് നമ്മളല്ല. ഞാൻ സജി സഹോദരൻ ചോദിച്ചതിലേക്ക് പോയാൽ ഒരുപാട് അങ്ങ് ഡീറ്റൂറി എടുക്കും. എന്നാലും പറയാം. 9-ാം അധ്യായത്തിലാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഇത് 9-ാം അധ്യായത്തില് 9-ാം അധ്യായം കാൽവിനിസ്റ്റുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നൊരു അധ്യായമാണ്. അതില് എടുത്തു പറഞ്ഞേക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ആരോടിടപെടണമെങ്കിലും അധികാരമുണ്ട്. ഒരുത്തനെ നരകത്തിലേക്ക് അയക്കണമെങ്കിൽ ദൈവത്തിന് അധികാരമുണ്ട്. ഒരുത്തനെ സ്വർഗത്തിലേക്ക് അയക്കണമെങ്കിൽ ദൈവത്തിന് അധികാരമുണ്ട്. ഇത് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഇത് എവിടുന്നാ കോട്ട് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ?
പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ നിന്നാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. 33-ാം അധ്യായത്തിൽ ഈ 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്തു. ആ വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതായത് റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന മോശയോട് പറഞ്ഞേക്കുന്ന ഭാഗമാണ്. ഈ മോശയോട് പറഞ്ഞേക്കുന്നതിൻ്റെ മുകളിലത്തെ വാക്യം നോക്കിയാൽ 17, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നെ അറിഞ്ഞുമിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഐ നോ ഹൂ യു ആർ. ഇത് പറയുന്നത് ഏതിനു ശേഷമാണ്? ഇത് പറയുന്നത് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളെ മുഴുവൻ നശിപ്പിക്കാൻ പോവുക, നിന്നെ ഒരു ജാതിയാക്കും. അപ്പോൾ മോശ പറഞ്ഞു, അത് വേണ്ട, നിന്റെ നാമത്തിന് നാണക്കേട് വരും. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും യാക്കോബിനോടും ഒക്കെ നീ പണ്ടൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, അവരുടെ സന്തതിക്ക് കനാൻ ദേശം അവകാശമാക്കി കൊടുക്കും എന്ന്. അതിൻ്റെ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വാക്യങ്ങൾ വന്നിരിക്കുന്നത്. മനസ്സിലായോ? മോശ പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണ്. മോശയുടെ സന്തതിയെ ഒരു ജാതിയാക്കിയാൽ ദൈവത്തിൻ്റെ അബ്രഹാമിനോടും ഇസാക്കിനോടുള്ള വാഗ്ദത്തം ചീത്തയായി പോകുമായിരുന്നോ? ഇല്ലാതായി പോകുമോ? ഒരിക്കലും പോകത്തില്ല. കാരണം മോശയും അബ്രഹാമിൻ്റെ സന്തതിയാണ്. അന്നുള്ള ഇസ്രായേലിയർ മുഴുവൻ നശിച്ചിട്ട് മോശയുടെ മക്കൾ പെരുകി വർദ്ധിച്ച് അവർ കനാൻ ദേശത്ത് എന്നൊരു രാഷ്ട്രം ആരംഭിച്ചിരുന്നു എങ്കിൽ അത് അബ്രഹാമിൻ്റെ സന്തതിയാകുമായിരുന്നോ? ഇല്ലയോ? ആകുമായിരുന്നു. കാരണം മോശ അബ്രഹാമിൻ്റെ സന്തതിയാണ്. മോശയുടെ സന്തതിയിൽ നിന്ന് ആരെങ്കിലും ഒരു ജാതി കെട്ടിപ്പടുത്ത് കനാൻ അവകാശമാക്കിയാൽ മതിയായിരുന്നു. അപ്പം മോശയുടെ മക്കള് ഒരു ജാതിയായി തീർന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനൊന്നും സംഭവിക്കില്ല. രണ്ടാമത് മോശ പറയുന്നത്, നിനക്ക് നാണക്കേട് വരും, നീ കൊണ്ടുവന്നു പകുതിക്ക് കൊണ്ടുവന്നു, നശിച്ചു പോയി എന്നൊക്കെ പറയും, നിനക്ക് നിന്റെ മഹത്വത്തിന് കുറവ് വരുമായിരുന്നോ? മഹത്വം കൂടത്തേ ഉള്ളൂ. കൊള്ളരുതാത്ത കുറേ അമ്മമാരെ നശിപ്പിച്ചേച്ച് അവശേഷിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വീണ്ടും ഒരു നേഷനെ ബിൽഡ് ചെയ്ത് വാഗ്ദാനം ചെയ്തതുപോലെ അവരെ കനാനിൽ കൊണ്ടുപോയി എന്നിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കത്തേ ഉള്ളൂ. മോശയുടെ ആർഗ്യുമെന്റ് രണ്ടും റോങ് ആയിരുന്നു ബേസിക്കലി. പക്ഷെ ദൈവം ആ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഒന്നും നോക്കുന്നില്ല. നീ പറഞ്ഞ ആർഗ്യുമെന്റ് ഒക്കെ പൊട്ടത്തരവാ, നീ അങ്ങോട്ട് മാറിയില്ല, ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോകാമെന്നൊന്നും പറഞ്ഞില്ല. മോശയുടെ ഹൃദയത്തിലേക്ക് നോക്കി, മോശയുടെ ഹൃദയത്തിലെ അന്തരം മനസ്സിലാക്കി. എടാ, അബ്രഹാമിൻ്റെ സ്ഥാനത്തേക്ക് മോശ ഉയരുമായിരുന്നു ആ ഒറ്റ നിമിഷം കൊണ്ട്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നതിന് പകരം ഇന്നും ഇസ്രായേൽ മക്കളെ മോശയുടെ സന്തതികൾ എന്ന് പറയുമായിരുന്നു. ഒരു വലിയ പ്രവാചകനാണ് ഓൾറെഡി, പ്ലസ് അബ്രഹാമിൻ്റെ സ്ഥാനം കൂടെ കിട്ടാൻ പോവുക. പക്ഷെ മോശ ജസ്റ്റ് തട്ടിക്കളയ, അല്ലേ? വേണ്ട, നിന്റെ നാമത്തിന് കുഴപ്പം വരുമെന്നാണ് എൻ്റെ പേടി, അതുകൊണ്ട് അതൊന്നും വേണ്ട കർത്താവേ എന്ന് പറഞ്ഞു. മോശ അവൻ്റെ ഹൃദയത്തെ കണ്ടു. അതാണ് മോശയോട് പറയുന്നത്, എനിക്ക് നിന്നോട് കൃപ വന്നിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു. മോശേ, നിന്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും ചിന്തകളും എനിക്കറിയാം. ഐ നോ ഹൂ യു ആർ, ദെയർഫോർ. അങ്ങനെയുള്ളവരോട് എനിക്ക് കരുണ തോന്നും. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്. അത് മനസ്സിലായോ? മോശയുടെ ജീവിതത്തിലെ ആ വിശ്വാസവും ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും ദൈവരാജ്യത്തോടുള്ള കരുതലും ഈ ജനത്തോടുള്ള സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോഴ് ദൈവത്തിന് മനസ്സിലാക്കി, ഇവൻ ഐറ്റം വേറെയാ. മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, ഐ നോ ഹൂ യു ആർ. എന്നിട്ടാ പറയുന്നേ, എനിക്ക് കരുണ തോന്നുന്നു എന്നുള്ളതിനോട് എനിക്ക് കരുണ തോന്നും, എനിക്ക് ദയ തോന്നും. മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ നേരത്തെ മോശ ആരാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാക്യം മോശയോട് പറയുന്നത്. അപ്പം പിന്നെ ഇതെന്താ ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഉദ്ധരിച്ചത്? ഇത് വാസ്തവത്തിൽ ഒരു പോളമിക്കൽ സ്റ്റേറ്റ്മെന്റാണ്. പോളമിക്കൽ എന്ന് പറഞ്ഞാൽ തർക്കത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഈ ഇസ്രായേൽ മക്കളോട് തർക്കിക്കുക,
നിങ്ങളെ ഈ 9-ാം അധ്യായമൊക്കെ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന എൻ്റെ ആഗ്രഹം. ഞാൻ നശിച്ചാലും വേണ്ടില്ല, നിങ്ങൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ അതിനങ്ങ് ആഗ്രഹിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രയേൽ ജാതിയുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരെ തള്ളിക്കളയുന്ന ഭാഗത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നൊക്കെ പറയുന്നത്. അതൊരു തർക്കമാണ്. ഇസ്രയേൽ മക്കളെ ഒന്നായിട്ട് സങ്കല്പിച്ചിട്ട് അവരോട് വാദിക്കുക. ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം നീതിമാനല്ലെന്ന് പറയാനേ സാധിക്കത്തില്ല. ഈ 9-ാം അധ്യായം താഴോട്ട് വരുമ്പോഴെല്ലാം അതാ കാണുന്നത്. നിങ്ങൾക്ക് ഒരു ഉത്തരവും പറയാനില്ല. ദൈവത്തിന് ഈവൻ ഒരു കാരണവുമില്ലാതെ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അവൻ സൃഷ്ടിതാവാണ്, അവൻ സർവശക്തനാണ്, അവൻ വല്ലഭനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമെന്നല്ല പൗലോസ് പറയുന്നത്. ദൈവം ചെയ്താൽ നിങ്ങൾക്ക് ഒരക്ഷരം മിണ്ടാനുള്ള അവകാശമില്ല. ഇവിടെ 3 ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. ഒന്ന് കലനുറുക്കുകളുടെ കാര്യം, അല്ലേ? കലത്തിന് കൊശവനോട് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എന്തെന്ന് ചോദിക്കാൻ കഴിയുമോ? ഇത് യിരെമ്യാപ്രവചനം 18-19 അധ്യായത്തില് കൊശവന്റെ സ്ഥലത്തേക്ക് പ്രവാചകൻ ചെന്നപ്പം കണ്ട കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അരുളി ചെയ്തതാ. എന്നിട്ട് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, കുശവന്റെ കയ്യിൽ മണ്ണ് ചീത്തയായി പോയി, അപ്പോൾ കുശവൻ അതിനെ ഉടച്ചു വാർത്തു. മണ്ണിന്മേൽ കുശവൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ ഉടച്ചു വാർത്തെന്നോട് പറയുന്നുണ്ട്. എന്താ? ആ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. ദൈവത്തിന് ഏത് കാര്യം ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. ദൈവം നീതിമാനാണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരാളെ തൂക്കിക്കൊന്നാൽ ഓർത്തോണം, ജഡ്ജി കാര്യമായ കാരണം അതിന് കണ്ടുപിടിച്ചു. ജഡ്ജിക്ക് മനസ്സിലായി ഇവനാണ് കൊല ചെയ്തത്, ഇവൻ ഇനിയും ഈ ജീവിച്ചിരുന്നാൽ സമൂഹത്തിനൊരു കുഴപ്പമാണ്, അതുകൊണ്ട് അവനെ തൂക്കിക്കൊല്ലുന്നു. അതാണ് നീതി. കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം. ദൈവം നീതിമാനായതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ ആരെയെങ്കിലും നശിപ്പിക്കുന്നവനല്ല. ഒരു കലത്തെ ഉടച്ചു വാർക്കുന്നെങ്കിൽ, അല്ലെ ഒരു കലത്തെ ഹീനകാര്യത്തിന് ഒരെണ്ണത്തെ മാന്യകാര്യത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ കൊശവൻ അതിൻ്റെതായ കാരണമുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഭാഗത്തേക്ക് നമ്മൾ പോയാൽ അത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. ഏശാവിനെ പകച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. അതും നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അതൊരു പ്രവചനം മാത്രമാണ്. ഇതാരോട് പറഞ്ഞതാ? റെബേക്കയോട് ദൈവം പറഞ്ഞതാണ്. മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇളയവനൻ മൂത്തവനെ റൂള് ചെയ്യും. ഇത് ഒരു പ്രവചനം മാത്രമാണ്. അങ്ങനെ വേണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമല്ല. പിന്നീട് ഏശാവും യാക്കോവും എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. പ്രവചനം എന്ന് പറയുന്നത് എന്താ? പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നേരത്തെ പറയുന്നതാണ്. മനസ്സിലായോ? ദൈവം പിന്നീട് നടക്കാനുള്ള കാര്യം റിബേക്കയോട് പറഞ്ഞതാണ്. ശരിയാ, നിനക്ക് 2 മക്കളുണ്ട്, ഇരട്ടകളാണ്, പക്ഷേ മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇതൊരു പ്രവചനമായിരുന്നു, അല്ലാതെ ദൈവത്തിന്റെ പ്രിഫറൻസ് അല്ല അവിടെ നമ്മൾ കാണുന്നത്. ഈ വാക്യങ്ങളൊക്കെ നോക്കിയാൽ ദൈവം അങ്ങനെ ചെയ്യുന്നതിന് ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണമില്ലാതെ ഒന്നും ചെയ്യുന്നവനല്ല ദൈവം. പക്ഷേ ഈ ദൈവത്തിന്റെ കാരണം അവനിൽ തന്നെയാണ്. അതെന്താ അവനിൽ തന്നെയുള്ള കാരണം? പൊരുത്തനെ പേടിപ്പിക്കുക, ഇന്നാളിനിട്ട് 2 അടി കൊടുക്കണം, പോയി കത്തിയൊക്കെ കാണിച്ച് തോക്കൊക്കെ കാണിച്ച് ഇന്നാളിന് പോയി അടി കൊടുത്തില്ലെന്ന് എന്നെ ശരിയാക്കുമെന്ന് ഞാൻ അടിച്ചു. അത് എന്നിൽ തന്നെയുള്ള ഒരു ആഗ്രഹമല്ല. ഒരു ഗുണ്ട എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന് വെളിയിൽ നിന്നുള്ള ഒരു കമ്പൽഷനും ഇല്ല എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്. ദൈവം സർവജ്ഞാനിയാണ്, സർവാധികാരിയാണ്. ആരെ വേണേ നരകത്തിലിടാനും ആരെ വേണേ സ്വർഗത്തിലിടാനും ഉള്ള അവകാശം ദൈവത്തിനുണ്ട്. പക്ഷേ ദൈവത്തിന് സ്വഭാവം എന്നൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതനുസരിച്ചേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. സ്നേഹത്തിന് വിരുദ്ധമായിട്ട്, നീതിക്ക് വിരുദ്ധമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നവനല്ല. അതാണ് ബൈബിളിന്റെ സാര സത്യം. ഓക്കെ, അപ്പം സൈസാർ ചോദിച്ചതിനൊരു ഉത്തരം പറഞ്ഞതാണ്.
യെസ്. നമുക്ക് റോമാലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കാം. 3:9 റോമാലേഖനം 8:29 വാക്യം. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചിരിക്കുന്നത് ഫോർനോളജിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതേ ആശയം തന്നെ 1 പത്രോസ് 1:2 ഉണ്ട്. 1 പത്രോസ് 1:2 ഇതേ ആശയം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഓർഡർ: മുന്നറിവ് ഫസ്റ്റ്, ഇലക്ഷൻ സെക്കൻഡ്, പ്രീഡെസ്റ്റിനേഷൻ തേർഡ്, ദെൻ ഗ്ലോറിഫിക്കേഷൻ ഫോർത്ത്. പക്ഷേ ദൈവത്തിന് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള കാര്യമില്ല. ബട്ട് ദൈവത്തിന്റെ ഡിവൈൻ വിസ്ഡത്തിൽ ദൈവം 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് മുന്നറിവിനാണ്. 1ാമത് മുന്നറിവ്. അതെ, മുന്നറിവ്, തെരഞ്ഞെടുപ്പ്, പ്രീഡെസ്റ്റിനേഷൻ ലാസ്റ്റ്, ഗ്ലോറിഫിക്കേഷൻ ലാസ്റ്റ്. മുന്നറിഞ്ഞവരെ തെരഞ്ഞെടുക്കുന്നു, തെരഞ്ഞെടുത്തവരെ പ്രീഡെസ്റ്റിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുൻനിയമിക്കുന്നു, മുൻനിയമിച്ചവരെ മഹത്വത്തിലേക്ക് നടത്തുന്നു. അത് നമ്മൾ 1 യോഹന്നാൻ 3:2-3 ഒക്കെ കാണുന്ന യേശുക്രിസ്തു ഇരിക്കുന്നത് പോലെ വിശ്വാസികളെ ആക്കി തീർക്കുന്ന അതാണ് ഗ്ലോറിഫിക്കേഷൻ. 1ാമത് മുന്നറിവ്, 2ാമത് ഇലക്ഷൻ, 3ാമത് മുൻനിയമനം, പ്രീഡെസ്റ്റിനേഷൻ, 4 ഗ്ലോറിഫിക്കേഷൻ. ആ ഓർഡറാണ് ഇത്. പത്രോസിന്റെ 1:2 വേണേൽ നമുക്ക് വായിച്ചു പോകാം. അവിടെ നമ്മൾ ഇലക്ഷനും കാണുന്നുണ്ട്. 1 പത്രോസ് 1:2. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസം 2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്കും എഴുതുന്നത്. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം വൃതന്മാരായവർക്ക് എഴുതുന്നത്. അതുപോലെ തളിക്കപ്പെടുവാൻ, അത് ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും അതിൽ ഉൾപ്പെടും. അപ്പം ബൈബിളിലെ ഓർഡർ: മുന്നറിവ്, ഇലക്ഷൻ, പ്രീഡെസ്റ്റിനേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നിത്യതയിലേ അറിയാം ആരൊക്കെ രക്ഷിക്കപ്പെടും. ദൈവം നിത്യതയിലെ മുൻനിർണയിച്ചു വെച്ചിട്ടുണ്ട്. ഇവൻ ഗുണപ്പെടാൻ പോകുന്നില്ല, ഇവൻ എക്സലന്റ് ആയിരിക്കും. പക്ഷേ ദൈവം അത് വെച്ച് എന്നാൽ ഇവനിട്ടൊരു പണി കൊടുത്തു കളയാം, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇവൻ അവസരം കൊടുക്കണ്ടേ? ഇവൻ അവസരം കൊടുത്താലും നന്നാകുകയില്ല. ഇല്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. എല്ലാവർക്കും സമ്പൂർണ്ണ അവകാശം, സമ്പൂർണ്ണ സാധ്യത കൊടുത്തിട്ട് അതിനനുസരിച്ചാണ് ദൈവം അവസാനം റിവാർഡ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ദൈവത്തിന് റിവാർഡ് കൊടുക്കാൻ അവകാശമില്ലാതെ വരും. ദൈവം ഒരുത്തൻ നന്നായിട്ട് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ അവനെ സൃഷ്ടിച്ചു. ഒരുത്തൻ നരകത്തിൽ പോകണമെന്ന് വിചാരിച്ച അങ്ങനെ ഒരുത്തനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തൊന്നും അവർക്ക് ഇരുവർക്കും ഈക്വൽ അവസരങ്ങൾ കൊടുക്കാതിരുന്നു. ഒരുത്തന് നിഷേധിച്ച് ഒരുത്തനും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. അവസാനം ഇവന് സ്വർഗത്തിൽ ചെല്ലും പ്രതിഫലം കൂടെ കൊടുത്താൽ വാസ്തവത്തിൽ ആ പ്രതിഫലത്തിന് അർത്ഥമില്ല. ഓക്കെ, മനുഷ്യന്റെ പ്രതിഫലത്തിലോ ശിക്ഷയിലോ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ദൈവം തന്റെ മുന്നറിവോ ഇച്ഛയോ മനുഷ്യനിൽ പ്രയോഗിക്കുന്നേയില്ല. എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് പോലും ഒരു മനുഷ്യന് ദൈവമേ നീ നീതിയല്ല ചെയ്തതെന്ന് പറയാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാ ഫിലിപ്പിയർ 2:10 പറഞ്ഞിരിക്കുന്നത്, സകല മുഴങ്കാലും മടങ്ങും, യേശുക്രിസ്തു കർത്താവെന്ന് പറയും. ഇവിടെ വലിയ വാചകമടിക്കുന്നവരൊക്കെ, ദൈവത്തെ വെല്ലുവിളിക്കുന്നവരൊക്കെ നരകത്തിൽ പോകുന്നതിന് മുമ്പേ യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. എന്താ കാരണം? ഒരു കുറ്റം, ഒരു കുറവ് ഈ ദൈവത്തിന്റെ സ്കീമിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കർത്താവേ,
അങ്ങനെ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നരകത്തിൽ വന്നത്, ഇങ്ങനെ വേണമായിരുന്നു, നീ ആ ചെയ്തത് ശരിയായില്ല, നീ യേശുക്രിസ്തുവിനെ AD 30 അയച്ചുള്ളൂ, BC 2000 അയക്കേണ്ടതായിരുന്നു. നോ എക്സ്പ്ലനേഷൻ. ഒരാൾക്കും ഒരു ഇംപ്രൂവ്മെന്റും ദൈവത്തോട് പറയാൻ പറ്റത്തില്ല. ദൈവമേ, നീ നീതിമാനാണ്, നീ നീതികേട് കാണിക്കുന്നില്ല എന്ന് ഏറ്റു പറഞ്ഞിട്ട് മാത്രമേ നരകത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നരകത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് ആ 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ധനവാന്റെയും ലാസറിനെയും കഥ പറയുമ്പോൾ അവിടെ ധനവാന് ഈ തരത്തിലുള്ള ഒരു എക്സ്ക്യൂസും പറയുന്നില്ല. ഞാനിവിടെ വന്നതിന് ദൈവമാ കാരണക്കാരൻ, ലാസർ ഇവിടെ വന്നതിന് അവനാ കാരണക്കാരൻ. മറിച്ച് അവൻ ഓണപ്പ് ചെയ്യുക. അവൻ പറയുകയാണ്, എൻ്റെ അനിയന്മാരും ചേട്ടന്മാരുമായിട്ട് വേറെ ഇതുപോലെ 5-6 സാധനങ്ങൾ ലോകത്തിലുണ്ട്, അവരുടെയും കാര്യം കഷ്ടമാ, അവരും എന്നെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ ലാസറിനെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അങ്ങോട്ട് അയക്കണമെന്നാണ് പറയുന്നത്. ഹീസ് ഇൻഡയറക്ട്ലി അഡ്മിറ്റിങ്, എൻ്റെ വെളിച്ചക്കുറവായിരുന്നു, എൻ്റെ വിവരക്കുറവായിരുന്നു, ലോകത്തിലെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പേ വലിയൊരു ആരാധനായോഗമുണ്ട് അല്ലേ? അവര് പോലും യേശുക്രിസ്തു നല്ലവൻ, സ്നേഹമുള്ളവൻ, നീതിമാൻ, പരിശുദ്ധൻ, സർവശക്തൻ, കർത്താവ് എന്ന് പറയുന്നതിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം സമ്മതിച്ചേ പോകത്തുള്ളൂ. ഓക്കെ, ബൈബിളിന്റെ ആ ബ്യൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പുസ്തകം വായിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? സോ ബ്യൂട്ടിഫുൾ, സോ ബാലൻസ്ഡ്. എത്ര മനോഹരമാ, എത്ര ബാലൻസ്ഡാ. ഈ വർഷം ഒരു 2 പ്രാവശ്യം വായിച്ചു തീർത്തലയാവുന്നൊരു തീരുമാനം എടുത്താലോ ഇപ്പം തന്നെ. ഇഫ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, ഇത് ആർക്കും ഇംപ്രൂവ് ചെയ്യാൻ കഴിയാതെ വണ്ണം ദ ബെസ്റ്റ് സ്കീം ഓഫ് ഗോഡ് ആണെങ്കിൽ വാട്ട് ഷുഡ് ബി അവർ റെസ്പോൺസ്? നമ്മുടെ റെസ്പോൺസ് എന്നായിരിക്കും. മനുഷ്യന് സ്വതന്ത്ര ശക്തി നൽകിയിട്ടുള്ളതിനാൽ ദൈവം തന്റെ മുന്നറിവിലും ഇച്ഛയിലും മനുഷ്യന്റെ മേൽ, തന്റെ മുന്നറിവും ഇച്ഛയും മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നേയില്ല. മോനെ സെലക്ട് ചെയ്തു, നിനക്ക് അവകാശമുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറെ ഉപദേശിമാരെയൊക്കെ ഞാൻ അയക്കും, എൻ്റെ കൽപ്പനകളൊക്കെ അവർ നിന്നോട് പറയും, നിനക്കും വേണേല് യൂട്യൂബിലൊക്കെ കയറിയ ഇത് കാണാം, കേൾക്കാം, നിനക്കും കേട്ട് മനസ്സിലാക്കാം, ബൈബിളും വില കുറച്ചൊക്കെ വിൽക്കുന്നുണ്ട് എൻ്റെ പിള്ളേര്, നീ ഇതൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ സ്വീകരിച്ചോ. സ്വീകരിച്ചാൽ ഇന്ന ഗുണമുണ്ട്, സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന കുഴപ്പമുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപാട്. അതിന്റെ കാരണം മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ നൽകിയിട്ടുണ്ട്. അത് ഒരു വിധത്തിലും കളങ്കപ്പെടുത്താൻ, കോംപ്രമൈസ് ചെയ്യാൻ, തിരിച്ചെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനെ ഒരു കാളയെ പോലെയോ കഴുതയെ പോലെയോ ആക്കിയിട്ട് കയറിൽ കെട്ടി വലിച്ചുകൊണ്ട് നടക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. അങ്ങനെ ചെയ്താൽ മനുഷ്യന്റെ അതുല്യത ഇല്ലാതാകും എന്നേക്കുമായിട്ട്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ദുശ്ചെയ്തിക്കും എനിക്ക് ദൈവത്തെയോ സഹോദരന്മാരെയോ പിശാചിനെ പോലെയോ പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഐ ഡു. ഞാൻ എന്ത് ചെയ്താലും അതിന് ഉത്തരവാദി ഞാനാണ്. നോ എക്സ്ക്യൂസ്. ഇപ്പൊ നമ്മുടെ ഓരോ വാക്കും ഓരോ ചിന്തയും നമ്മൾ വളരെ ആലോചിച്ച് വേണം കരിപ്പിടിപ്പിക്കാനായിട്ട്. ഓക്കെ, സാത്താൻ സർപ്പത്തെ ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർപ്പം സഹായിച്ചു എന്നുള്ള ആർഗ്യുമെന്റ് ശരിയല്ല. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്ത പോലെ യൂതയെക്കുറിച്ചും പലരും പറയും, ഈ യൂതയില്ലായിരുന്നെങ്കിൽ ഈ യേശുക്രിസ്തു എന്നോ ചെയ്തേനെയും, ക്രൂശിക്കപ്പെടാൻ ആളില്ലാരും. പക്ഷെ യൂതയെ അതിന് തെരഞ്ഞെടുത്തത് അതിന് പറ്റിയ ഒരു കശ്മലനായതുകൊണ്ടും അവന് ശരിക്കും ധനത്തിന്റെ ആർത്തിയുള്ളത് കൊണ്ടും ഈ യേശുവിന്റെ കൂടെ നടന്നാൽ എന്തെങ്കിലും കിട്ടും, എന്നെങ്കിലും കിടക്കും അപ്പാ എന്നുള്ള മട്ടില് കർത്താവിന്റെ കൂടിയതാ. അതിന് പറ്റിയവനാണ് ഇവനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് അവനെ സ്വീകരിച്ചു എന്ന് മാത്രം. കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദയുടെ തീരുമാനത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം യൂദയ്ക്കാണ്. രവിചന്ദ്രൻ എന്നും പറഞ്ഞൊരാടെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ കാര്യം ഒരു തമാശയാണ്, കോമഡിയാണെന്നും പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിയാൽ മതി. രവീന്ദ്രൻ എന്ന് പറയുന്നൊരു
ഒരു നിരീശ്വരവാദിയാണ്. കേരളത്തിൽ അനേകരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെയുണ്ട്. യൂത ചെയ്തത് വലിയൊരു സർവീസാണ്, ആ യൂതയെ നമ്മൾ കുറ്റം പറയുന്നത് ശരിയല്ല, യേശുക്രിസ്തു അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതല്ലേ, യേശുക്രിസ്തുവിൻ്റെ കയ്യിലെ വെറും ഒരു കരുവല്ലായിരുന്നു യൂത, പിന്നെ യൂതയെ എന്തിനാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിനൊരു മറുപടി ഹെർമനും ഞാനും കൂടെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇല്ല, യൂത അത് ചെയ്തത് യൂതയുടെ കുഴപ്പം കൊണ്ടാ. യൂതയുടെ ഫ്രീ വിൽ ഉപയോഗിച്ച് താൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തന്നെ ചെയ്തതാ. അതിന് തൊട്ടു മുമ്പും ഇവനാണ് എന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് കർത്താവിനോട് പറഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്. അന്നേരമെങ്കിലും മാനസാന്തരപ്പെടാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ യൂത ഇത് ചെയ്തില്ല. ഓക്കെ, അപ്പം പിശാചിനെ ദൈവം ഉപയോഗിച്ചതല്ല, സർപ്പത്തെ ദൈവത്തിൻ്റെ സ്കീം നടപ്പിലാക്കാനായിട്ട് ഉപയോഗിച്ചതല്ല, മറിച്ച് അതിൻ്റെ കൗശലം കൊണ്ട്, അത് യോഗ്യമായിരുന്നത് കൊണ്ട് പിശാച് ഉപയോഗിച്ചതാണ്. ഓക്കെ, ഇനിയും സർപ്പത്തിന് നൽകിയ ശിക്ഷ ന്യായമായിരുന്നുവോ? നമ്മൾ പറയുന്നത് എന്തുവാ? ദൈവം ഭയങ്കര ന്യായാധിപനാണ്. നരകം പോലും ദൈവത്തിൻ്റെ ന്യായത്തെയും സ്നേഹത്തെയും കാണിക്കുന്നു. ഈവൻ ഹെൽ ഈസ് എ സൈൻ ഓഫ് ഗോഡ്സ് ലവ് ആൻഡ് ജസ്റ്റിസ്. നരകവും സ്വർഗവും പോലും ദൈവത്തിൻ്റെ നീതിയുടെ അടയാളമാണ്. നമുക്ക് സോറ്റിയോളജി അവസാനം ചെല്ലുമ്പോഴത്തേക്ക് പഠിക്കാം. വൈ ഈസ് ഇറ്റ് സോ? ഓക്കെ, സർപ്പത്തിനുള്ള ശിക്ഷ 2 കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുന്നു. 2 റീസൺസ് അവർ പറഞ്ഞു. ഒന്ന്, ഇത് സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു മൃഗമാണ്, അതിനാൽ അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ല. ഇത് വരുമ്പോൾ ഇച്ഛാശക്തിയിലൊക്കെ ഒരു നിരീശ്വരന്മാർ പോകുന്നു. മനുഷ്യന് ഇച്ഛാശക്തി ഉണ്ടെന്ന് സമ്മതിക്കുകയില്ല, മനുഷ്യന്റെ ഇച്ഛാശക്തി ദുരുപയോഗം ചെയ്യുന്ന പാവം എന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർ പറയും, ഒരു പാമ്പെന്ന് പറയുന്നത് അതിന് ഇച്ഛാശക്തി ഉണ്ടോ? പാമ്പ് ഏതിന് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിട്ടുണ്ടോ? അതിന് ഇന്നത് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? ഇച്ഛാശക്തി ഇല്ലാത്ത വെറും ഒരു ജീവി. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? അതിൻ്റെ ജന്മവാസനകൾ വെച്ചാ. എന്താ ഈ ജന്മവാസന എന്ന് പറയുന്നത്? ജനിക്കുമ്പം തന്നെ അതിനുള്ള കഴിവ്. ഇപ്പോൾ ഒരു പശുവിൻ്റെ കിടാവിനെ നോക്കുക, അത് 4 മണിക്കൂറിനുള്ളിൽ അത് അമ്മയുടെ അകിട് ചെന്ന് കണ്ട് അതിൽ നിന്ന് കുടിച്ചിരിക്കും. അമ്മ അതിനു മുമ്പേ ഇതിനൊരു പേരൊക്കെ ഇടും. ടൈഗർ എന്നോ ആണോ അമ്മ പശു? എന്നിട്ട് ടൈഗറെ മോനെ വാടാ, പാല് കുടിക്കാൻ നേരമായി പറയുമോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കാളക്കുട്ടൻ വന്ന് കുടിക്കുന്നേ? ഇൻബിൽറ്റാ, നൈസർഗീയമാണ്, ജന്മവാസനയാണ്. അപ്പൊ ഈ ജീവികൾക്കൊക്കെ അതേ ഉള്ളൂ. പലരും ജീവികളെ ഗ്ലോറിഫൈ ചെയ്യും. ആനയെക്കുറിച്ചൊക്കെ പറയും, പല കഥകൾ പറയും, ഇതെല്ലാം പൊട്ടക്കഥകളാ. ഇങ്ങനെയുള്ള ജന്തുക്കൾ മുഴുവൻ അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാ ജീവിക്കുന്നത്. പട്ടികളെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥ കേൾക്കാം. ഇതെല്ലാം ഇൻസ്റ്റിങ്ക്റ്റാണ്. അതിന് ബുദ്ധിയുള്ള മട്ടിൽ ജീവിക്കത്തക്ക വിധത്തിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണുമ്പം അത് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇവരുടെ ആർഗ്യുമെന്റ് ഇതാ, സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള ഒരു മൃഗമാണ്, അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ല, സമ്മതിച്ചിരിക്കുന്നു. പിന്നെ സാത്താൻ അതിനെ ദുരുപയോഗം ചെയ്യായിരുന്നു, അതിനാൽ സാത്താൻ മാത്രമാണ് ഉത്തരവാദി. എന്തു പറയുന്നു? യെസ് ഓർ നോ? സാത്താൻ അതിനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു, അതിനാൽ സാത്താൻ മാത്രമാണ് ഉത്തരവാദി. ആഗികമായിട്ട് ശരിയാ, പക്ഷെ സാത്താൻ അതിനെ ഉപയോഗിച്ചത് അതിന് പറ്റിയതായത് കൊണ്ടാണ്. കൗശലക്കാരനായതുകൊണ്ട്, അതിന് പറ്റിയതായതുകൊണ്ട്. അത് അതിൻ്റെ ഒരു ദോഷമായിട്ട് നമുക്ക് പറയാൻ പറ്റിയല്ല, പക്ഷെ പറ്റിയ ഒരു മൃഗത്തെ കണ്ടുപിടിച്ചതാണ് സാത്താൻ. അതുകൊണ്ട് അതിനെ ശിക്ഷിക്കുന്ന അന്യായമായിരുന്നു. ദൈവം പാമ്പിനെ ശപിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഉരസുകൊണ്ട് ഗമിക്കും, പൊടി തിന്നും, നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ വിരോധം വരും, നിന്റെ തല അവൻ തകർക്കും, അതുപോലെ അവളുടെ സന്തതി അതിൻ്റെ കുതികാൽ ചവിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും പാമ്പിന് കൗശലം എന്നുള്ള ജന്മവാസന കൊടുത്തത് ദൈവം തന്നെയല്ലേ എന്നാണ് ചോദ്യം. അതെ, ദൈവം തന്നെയാണ് കൊടുത്തത്. അപ്പം ദൈവം അല്ലേ അതിനുള്ള ഉത്തരവാദി. നമ്മൾ താഴേക്ക് വരുമ്പോഴേ അതൊന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സർപ്പത്തിനുള്ള ശിക്ഷകൾ 4 തരമാണ്. 4 ശിക്ഷകളാണ് കൊടുത്തത്. 1, നിലത്ത് ഇഴഞ്ഞു നടക്കും. 2, പൊടി തിന്നും. 3, സ്ത്രീയുടെ സന്തതി അവയുടെ സന്തതി തമ്മിൽ ശത്രുതയുണ്ടാകും. 4, സ്ത്രീയുടെ സന്തതി അതിൻ്റെ തല തകർക്കും. ഇന്നും പത്രത്തിലുണ്ടല്ലേ ഒരു പാമ്പിനെ കൊന്ന കഥ.
ആ തൃശ്ശൂര് സങ്കടകരമായിട്ട് പാമ്പ് കടിയേറ്റ് കിടക്കയിൽ വെച്ച് മരിച്ച കുഞ്ഞിൻ്റെ വീട്ടുമുറ്റത്ത് വേറെ പാമ്പിനെ പിന്നെയും കണ്ടു, അവർ അടിച്ചു കൊന്നു എന്നൊക്കെ പത്രത്തിലാണ്. പാമ്പിനെ കൊന്നാലിപ്പം കേസാ, എന്നാലും ആരോ ഈ സങ്കടത്തിലൊക്കെ അതിനെ അടിച്ചു കൊന്നായിട്ട് വായിക്കുന്നുണ്ട്, തല തകർക്കുന്നുണ്ട് അല്ലേ. ഈ 4 ശിക്ഷകൾ: പൊടി തിന്നും, നിലത്തഴയും, പൊടി തിന്നും, സ്ത്രീയുടെ സന്തതിയും അവയുടെ സന്തതിയും തമ്മിൽ ശത്രുതയുണ്ടാകും, സ്ത്രീയുടെ സന്തതി അതിൻ്റെ തല തകർക്കും. ഓക്കെ, ദൈവത്തിന് തുടക്കത്തിൽ തന്നെ സർപ്പങ്ങളെ ഇഴയുന്നവയായി സൃഷ്ടിക്കാമായിരുന്നു. അതിനാൽ അവയുടെ രീതി മാറ്റുന്നത് ചോദ്യം ചെയ്യാവുന്നതല്ല. മുമ്പേ സൈസവരം പറഞ്ഞ വാക്യം, ദൈവം സർവജ്ഞാനിയാണ്, സർവാധികാരിയാണ്, ഇഷ്ടമുള്ളതുപോലെ സൃഷ്ടിക്കാം. ഇഴയുന്നവയെ നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ട്. 5-ാം ദിവസം ഇഴജാതികളെ സൃഷ്ടിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ പാമ്പിനെ വേണേൽ സൃഷ്ടിക്കാമായിരുന്നു, ആരും ചോദ്യം ചെയ്യത്തില്ല. നമ്മൾ ചോദ്യം ചെയ്യാറുണ്ടോ? 4 കാലയിൽ പശു നടക്കുന്നു, ഞങ്ങൾ 2 കാലയില, ദൈവം ഇനി എന്തുകൊണ്ടാണ് പശുവിനെയും കൂടെ 2 കാലയിൽ നടത്താനെന്ന് നമ്മൾ ചോദ്യം ചെയ്യാറില്ല. അത് ഡിസൈനറുടെ ഫ്രീഡമാണ്. അപ്പോൾ ആ ഡിസൈനേഴ്സ് ഫ്രീഡം ഉപയോഗിച്ച് ഇതിനെയും ഇഴയുന്നതായിട്ട് ആദ്യമേ സൃഷ്ടിക്കാമായിരുന്നു. അതുകൊണ്ട് അതിനെ പണ്ട് നടന്നിരുന്ന ഈ സാധനത്തെ ഇഴയുമാറാക്കിയതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. 2, സ്വതന്ത്ര ഇച്ഛാശക്തിയും ബൗദ്ധിക കഴിവുകളും ഇല്ലാത്തത് ശിക്ഷകളെ ശാരീരികമായത് മാത്രമാകുന്നു, മാനസികമോ ബൗദ്ധികമോ ആയതല്ലാതെ ആക്കുന്നു. നമുക്കൊരു ശിക്ഷ വിധിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ആകെപ്പാടെ വറി ചെയ്യും അല്ലേ. ഇനി എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, ഭർത്താവിന് എന്ത് സംഭവിക്കും? ഒരു പാമ്പ് ഇഴയുന്ന നേരത്ത് ഇതുവല്ലതും ചിന്തിക്കുമോ? അല്ലെ അതിൻ്റെ തലയടിച്ച് തകർത്താൽ അയ്യോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറ്റും? പറ്റുമോ? പാമ്പ് ചിന്തിക്കുമോ? അതിനെ ചിന്തിക്കാത്തേ? അതിനുള്ള കഴിവ് അതിനില്ല, ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല. അതുപോലെ തന്നെ അതിന് മാനസികമായിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റികൾ പലതുമില്ല. അതുകൊണ്ട് അതിന് ഇഴയുകയാണേലും ഇഴയുക, അല്ലെങ്കിലും അടിച്ചു കൊല്ലുക ആണെങ്കിലും അടിച്ചു കൊല്ലാതിരിക്കുക ആണെങ്കിലും ആ സമയത്ത് അനുഭവിക്കുന്ന വേദന മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഈ വേഗനിസം ഒക്കെ പറയുന്നവർ മൃഗങ്ങളെ നമ്മളോട് തുല്യമാക്കി പറയൂ, ആ കോഴി അനുഭവിക്കുന്ന മനോവേദ എന്ത് ഭയങ്കരമാണ് അതിനെ കൊല്ലുമ്പോൾ, അതുകൊണ്ട് കോഴിയിറച്ചി തിന്നരുത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന നെല്ലിനും ജീവനുണ്ടല്ലേ. ഒരു ജീവനും നശിപ്പിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ നെല്ലും തിന്നാൻ പാടില്ല. ഓക്കെ, ഇതിന് മാനസികമോ ബൗദ്ധികമോ ആയിട്ടുള്ള യാതൊരു കഴിവുകളുമില്ല. അതുകൊണ്ട് ഒരു ശിക്ഷയെക്കുറിച്ചിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അയ്യോ എൻ്റെ അടുത്ത തലമുറയ്ക്ക് എന്തു പറ്റുമെന്നൊന്നും നിലവിളിക്കാനൊന്നും പോകുന്നില്ല. ഇതിൻ്റെ വേദന വെറും ശാരീരികമായ വേദന മാത്രമാണ്. അതിനാൽ ശിക്ഷ നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനുള്ള ശിക്ഷ കഠിനമല്ലായിരുന്നു. ഇനിയും പിന്നെ എന്തിനാ അതിനെ ശിക്ഷിച്ചേ? കഠിനമല്ലേ, പിന്നെ ഇത് പ്രശ്നമല്ലാത്ത ശിക്ഷയാന്ന് പിന്നെ ശിക്ഷിച്ചിട്ട് എന്നാ കാര്യം? എന്നാൽ പിന്നെ ശിക്ഷിക്കണ്ടായിരുന്നു അല്ലേ? ശരിയല്ലേ? ഇതവരെ വാദിക്കുന്നേ ഇല്ല, എന്നാ പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നേ? ദൈവത്തെ അനുസരിക്കാത്തതിന് അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും ഭാവിയിൽ അത്തരം മണ്ടത്തരങ്ങൾ ഒഴിവാക്കണമെന്നും മാനവജാതിക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. ഈ എഴയുന്ന പാമ്പ് നമുക്കൊരു മുന്നറിയിപ്പാണ്. ദൈവത്തോട് കളിക്കരുത്. വേറെ ഏതു മനുഷ്യനും കിട്ടുന്ന പാപത്തിന്റെ പരിണിത ഫലങ്ങളും ശിക്ഷയൊക്കെ അങ്ങനെ അല്ലേ? നമ്മുടെ നിയമവ്യവസ്ഥിതി തന്നെ ശിക്ഷകൾക്ക് അങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. പല കോടതി വിധികളിലും നമ്മളത് വായിക്കാറുണ്ടല്ലേ. ഒരു മാതൃകയാക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഇനിയും ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ പറ്റും എന്ന് കാണിക്കാനോടാണ് കഠിന ശിക്ഷ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പല കുറ്റങ്ങൾക്ക് പല ശിക്ഷയും വിധിച്ചിരിക്കുന്നത്. ചിലത് വളരെ ഗൗരവകരമായത്, ചിലത് ഗൗരവകരമല്ലാത്തത്. അപ്പോഴ് ദൈവത്തെ അനുസരിക്കാത്തത് അനന്തരഫലം ഉണ്ടാക്കുമെന്ന് മാനവജാതിയെ മുഴുവൻ അറിയിക്കാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. അതെ, ദൈവത്തിന്റെ വിശ്വസനീയമായ വചനം പറയുന്നത് പോലെ നാം അങ്ങനെ അനുമാനിക്കണം. ബാബുസാരൻ ചോദിക്കുന്നത്, ഇന്നും പലരും സർപ്പത്തെയൊക്കെ ആരാധിക്കുകയും കാവുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സർപ്പത്തിന് എന്തെങ്കിലും ഒരു വിശേഷതയില്ലേ?
ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് കിട്ടിയതാണോ എന്ന് നമുക്കറിയത്തില്ല. ഒരു ഇമേജായിട്ട് അതിന് വർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാകാം, നമുക്കറിയത്തില്ല. എന്തായാലും അത് പറ്റിയതായിരുന്നു, കൗശലമുള്ളതായിരുന്നു എന്ന് ബൈബിളിൽ റെഫറൻസ് ഉണ്ട്. ഈ പണിക്ക് ഏറ്റവും പറ്റിയതായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ട് 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 അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതെ, പെരുമ്പാമ്പിന് കൈകാലുകളെ ശരീരത്തോട് ബന്ധിപ്പിക്കുന്ന എല്ലുകളും നഖങ്ങളും ഉണ്ട്. അവ പെരുമ്പാമ്പ് എപ്പോഴോ നടന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന പെരുമ്പാമ്പുകൾക്ക് 2 നഖങ്ങളുണ്ട് പുറകിൽ ഇങ്ങനെ. അതുപോലെ ഈ തോളെല്ലുകൾക്ക് സമാനമായ എല്ലുകളുണ്ട്, കൈകാലുകൾ ഫിറ്റ് ചെയ്യുന്ന എല്ലുകളുണ്ട്. നജാഷ്, റിയോനെഗ്രീൻ, ടെട്രാപോഡോഫിസ്, ആംബ്ലിക്ടസ്, പാച്ചിറാച്ചിസ്, പ്രൊബ്ലറ്റിക്കസ് എന്നിവയും കൈകാലുകളുള്ള പാമ്പുകളാണ്. കൈകാലുകളുള്ള പാമ്പുകൾ വേറെയും പലതുമുണ്ട്. പാമ്പുകൾ ഒരു സമയത്ത് നടന്നിരുന്നു എന്നത് ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് അത്ഭുതം ഉണ്ടാക്കുന്നില്ല. പാമ്പുകൾ നടന്നിരിക്കാം. അപ്പം പാമ്പുകൾ നടക്കുകയായിരുന്നോ എന്ന് ചോദിച്ച് ബൈബിളിനെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ല. ഇതാണ് പെരുമ്പാമ്പിന്റെ നഖമാണ് ആദ്യം കാണുന്നത്. ആ കറുത്ത് കാണുന്ന 2 നഖങ്ങളാണ്. ഇത് അതിൻ്റെ പെൽവിക് ഗിഡിലാണ്, കാലിൽ ആ നഖങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന എല്ല്, നമ്മുടെ ഈ കാല് നമ്മുടെ ശരീരത്തോട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഗിഡിൽ, ആ അസ്ഥി കണ്ടില്ലേ, മനുഷ്യൻ്റെ കണ്ടില്ലേ, ആ ഒരു 4 ലോബ്സ് ഉള്ള ആ സാധനം, അതിനോട് സമാനമായ സ്ട്രക്ചേഴ്സ് അതിനുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് ഇതിന് ഈ ക്ലോസ് ഉപയോഗിക്കാനും സാധിക്കുന്നത്. നേരിട്ടൊരു റെഫറൻസ് കാണുന്നില്ല, ആയിരിക്കാം. പക്ഷെ വിഷം അതിനേക്കാളും ഇര തേടാനായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ബയോളജിയിൽ. ഇത് കുത്തിവെച്ച് അതിനെ മയക്കിയിട്ടാണ് വിഴുങ്ങുന്നത്, ശത്രുവിനെ നേരിടാനുള്ള ഒരു. ചോദ്യം, മൃഗങ്ങൾക്ക് ഇൻസ്റ്റിങ്സേ ഉള്ളൂ, ജന്മവാസനയേ ഉള്ളെങ്കിൽ കർത്താവിനെ കൊണ്ടുപോകുന്നതിന് അറുക്കാനുള്ള കുഞ്ഞാടിനോട് ഉപമിച്ചിരിക്കുന്നതും കർത്താവ് മൗനമായിട്ടിരുന്നതിനെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പേ ഇരുന്ന ആടിനെ പോലെ ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ 2 ഉപമകളും എങ്ങനെയാണ് ശരിയാണ്? അവിടെ വേദനയല്ല കമ്പയർ ചെയ്തിരിക്കുന്നത്, പോകുന്ന രീതിയെ, നിൽക്കുന്ന രീതിയെയാണ്. ഉപമകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യമായിരിക്കും ഉപമിച്ചിരിക്കുന്നത്. കർത്താവ് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി വരുമെന്നുള്ളത് മാത്രമാണ്. എന്ന് പറഞ്ഞ പോലെ അറുക്കുവാനുള്ള ആടിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിന് വിരോധമായിട്ട് കെട്ടി വലിച്ചു കൊണ്ടുപോകും. അതുപോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ നിൽക്കുന്ന കുഞ്ഞാടെന്ന് ചെമ്മരിയാടെന്ന് പറഞ്ഞാൽ അത് അനങ്ങാതിരിക്കുന്നു. യജമാനൻ എന്ത് ചെയ്യുന്നു? അതിന് തടസ്സം സൃഷ്ടിക്കാതെ. അത് ക്രൂശില് കർത്താവിനെ ഇത്ര പ്രകോപിപ്പിച്ചിട്ടും അതിനെതിരെ ഒരു കാര്യവും കർത്താവ് പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നില്ല. കർത്താവ് നിലവിളിക്കുന്നത് തന്നെ പിതാവ് കൈവിട്ട സമയത്താണ്. അല്ല അവരടിച്ച പ്രാവിനെ പോലെ നിഷ്കളങ്കത ഉള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ഫ്രീവിൽ ഇല്ലാത്ത മൃഗങ്ങൾക്ക് കളങ്കവും നിഷ്കളങ്കതയും സാധ്യമാണോ? അത് ഒരു ചൊല്ലാണ്. നിഷ്കളങ്ക ജീവിയാണ് പ്രാവെന്നുള്ള ഒരു ചൊല്ല. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ഒരു ഇന്നസെൻസിനെ കുറിച്ചേ അല്ല പറയുന്നത്. പ്രാവിനെ വിശുദ്ധിയുടെ ഒരു സിമ്പലായിട്ട് കാലാതീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു സിമ്പലാണ്. പാമ്പിന്റെ ബുദ്ധിയാണ് ആ കൗശലമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. സാറേ, ഒരു മെറ്റഫറ. ഓക്കെ. പാമ്പ് ഹൗവയുമായി അക്ഷരാർത്ഥത്തിൽ സംസാരിക്കുമായിരുന്നോ? അടുത്ത ചോദ്യത്തിലേക്ക് വരിക.
പാമ്പ് ഹവ്വയുമായി ആശയവിനിമയം നടത്തിയെന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നു. അത് വാക്കാലുള്ളതാണോ അല്ലയോ എന്ന് വ്യക്തമല്ല. അവർ ആശയവിനിമയം നടത്തി. മൃഗങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. തേനീച്ചകളുടെ ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് കാൾ വോൺ ഫ്രിഷിന് 1973 നോബൽ സമ്മാനം ലഭിച്ചു. തേനീച്ചകൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. ഒരു തേനീച്ച ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഇതാണ്, ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോൾ ഇതാണ്, ഇത്ര റൗണ്ടിന് ഇത്ര വിസ്താരം ഉണ്ടെങ്കിൽ അത് ദൂരത്തെ കാണിക്കുന്നു, വിസ്താരം കുറവാണെങ്കിൽ അടുത്താണെന്നുള്ളതിനെ കാണിക്കുന്നു. കണ്ടോ? ചുറ്റും നിൽക്കുന്നത് വർക്കർ ഈച്ചകളാണ്. അപ്പൊ അതുങ്ങൾക്ക് ഈ റൗണ്ട് കാണുമ്പോൾ അറിയാം. തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ അടുത്ത്. അപ്പം പുറപ്പെടുക, ഇത്ര ദൂരെയുണ്ട്. തേനീച്ചകൾക്ക് ആശയവിനിമയം നടത്താൻ പറ്റും അന്യോന്യം. അത് ഈ പുള്ളിക്കും മനസ്സിലായി, ഫ്രിഷിനും മനസ്സിലായി. അപ്പം മൃഗങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ പറ്റും. വീഴ്ചയ്ക്ക് മുമ്പേ മനുഷ്യന്റെ കഴിവുകളും മൃഗങ്ങളുടെ കഴിവുകളും കുറെ കൂടെ ഉന്നതമായിരുന്നിരിക്കണം. അപ്പം അവ തമ്മിൽ ആശയവിനിമയം നടത്തി എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഒന്നുകൂടെ തീർക്കാമല്ലോ. ഇന്ന് ബയോളജിയാ. നോബൽ 73 ആർക്ക് നോബൽ പ്രൈസ് കിട്ടി? വരുമോ മെഡിക്കൽ എൻട്രൻസിന്? അവിടെയാ. ഓക്കെ, ഇത് ബൈബിൾ പറയുന്ന പോലെ സർപ്പങ്ങൾ പൊടി തിന്നുമോ? ഭയങ്കര പണ്ഡിതന്മാരായിട്ടുള്ള അനേക നിരീശ്വരന്മാർ ഇതിനെക്കുറിച്ച് ചലഞ്ച് ചെയ്ത് പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്ത് മണ്ടത്തരമാണ്! മൃഗങ്ങള് സാധാരണ പാമ്പുകൾ തിന്നുന്ന ചെറിയ ജീവികളെയാ. എന്ത് മണ്ടത്തരമാണ് ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത്. പാമ്പുകൾക്ക് മണം പിടിക്കാനുള്ള കഴിവില്ല, അതുപോലെ ശബ്ദം കേൾക്കാനും പറ്റത്തില്ല. പാമ്പാട്ടികളൊക്കെ ഇങ്ങനെ ഊതുമ്പം പാമ്പ് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പം കാണുന്നവരായിരിക്കും എൻ്റെ ശബ്ദം കേട്ടണം, അല്ല അതിൻ്റെ ചലനം കണ്ടാണ് ആ സാധനത്തിൽ. കാഴ്ച കണ്ണിന് കാഴ്ചയുണ്ട്, നല്ല കാഴ്ചയുണ്ട്. പിന്നുള്ളത് കെമിക്കൽ സെൻസിങ് ഉണ്ട്. അല്ലാതെ മൂക്ക് വെച്ച് മണം പിടിക്കാനുള്ള കഴിവൊന്നും പാമ്പിനില്ല. ഓക്കെ, ഇരകളും ശത്രുക്കളും ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് പുറത്തുവിടുന്ന രാസവസ്തുക്കൾ കണ്ടെത്തുന്നതിലൂടെയാണ് അവ തങ്ങളുടെ ശത്രുവിന്റെ സാന്നിധ്യവും ഇരയുടെ സാന്നിധ്യവും കണ്ടെത്തുന്നത്. ഏത് ജീവിയും പോകുന്നിടത്തൊക്കെ ഫിറമോൺസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നമുക്കുണ്ട്. നമ്മുടെ വേർപ്പിൽ പ്രത്യേക മണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്, രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ചേരയുടെ അടുത്തൂടെ പോയാൽ അതിൻ്റെ മണങ്ങൾ ഒക്കെ അവിടെ പരന്നിരിക്കും. അതിൽ നിന്നാണ് ഒരു എലി ഇവിടെ ഉണ്ടെന്ന് ഇത് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കാഴ്ചശക്തി ഉപയോഗിച്ച് അവസാനം അതിനെ ട്രേസ് ചെയ്ത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് മണം കണ്ടുപിടിക്കാൻ മൂക്ക് അതുപോലുള്ള ഉപകരണങ്ങളില്ല, ചെവിയുമില്ല. നമ്മൾ ചവിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രകമ്പനം അതിന് സെൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. വെടി പൊട്ടിച്ചാൽ പോലും കേൾക്കത്തില്ല. പലപ്പോഴും പാമ്പ് വരുമ്പോൾ പാമ്പേ പോവെന്നൊക്കെ പറയല്ലേ, അങ്ങനെ പറയുമ്പോൾ അത് ഇങ്ങോട്ട് വരുന്നതാണ്. അതിലേക്കാണ് വരുന്നത്. ഓക്കെ. അവയ്ക്ക് പിളർന്ന നാവുണ്ട്. അവ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നീട്ടുകയും പൊടി അഗ്രഹങ്ങളിൽ ഒട്ടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എപ്പോഴും നാക്ക് രണ്ട് ഇതായിട്ടിരിക്കും, ഫോർക്ക് പോലെ ഇങ്ങനെ വെളിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ആ പൊടി അതിൻ്റെ നാക്കിൽ പറ്റിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്നോ പണിയാണ്, ഇത് കൊച്ചിലേങ്ങാണ്ട് പഠിച്ച ദുസ്വഭാവമായിരിക്കും, ഈ നാക്ക് നീട്ടുന്നൊക്കെ ആയിരിക്കും അല്ലേ. അതിങ്ങനെ നാക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് വെളിയിലിട്ട് അവിടുത്തെ പൊടിയെടുത്ത് ഒട്ടിക്കും അതിൽ. എന്നിട്ടോ ശേഖരിച്ച പൊടി വായുടെ മുകൾ ഭാഗത്തുള്ള 2 ഇന്ദ്രിയങ്ങളിൽ ഒട്ടിക്കുകയും അതിലുള്ള രാസവസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ ഇരയെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അതിന് ജേക്കബ്സൺ ഓർഗൻ എന്നാണ് പറയുന്നത്. ജേക്കബ്സൺ എന്ന് പറഞ്ഞൊരു വിദ്വാനാണത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് പുള്ളിയുടെ പേര് തന്നെ ഇട്ടു. അപ്പം ചുറ്റുപാടിൽ നിന്നുള്ള പൊടി നാക്കിൽ പറ്റിച്ച് ആ നാക്ക് വളച്ച് അണ്ണാക്കിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള 2 അവയവങ്ങളുണ്ട്, ജേക്കബ്സൺസ് ഓർഗൻ, അതിലേക്ക് പറ്റിച്ചു കൊടുക്കും. അതൊരു കെമിക്കൽ ലാബറട്ടറിയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ പാമ്പിനോട് ജേക്കബ്സൺ ഓർഗൻ പറയാം, ഒരു എലി വന്നിട്ടുണ്ട് ചേട്ടാ, ഇന്ന് കോളടിച്ചു. അല്ലേ പറയാം, അയ്യോ ചേട്ടാ ഈ മണ്ണിൽ ഒരു ചുക്കുമില്ല. അങ്ങനെ ഇരയുണ്ടോ ഇരയില്ലയോ, അല്ലെ ശത്രുക്കളുണ്ടോ ശത്രുക്കളില്ലയോ എന്ന് അറിയുന്നത്. എന്നിട്ടോ ഈ പൊടിക്ക് എന്ത് പറ്റും? തുപ്പിക്കളയോ?
ഇല്ല, അതങ്ങ് വിഴുങ്ങും, എന്നിട്ട് അപ്പിഫൈ ചെയ്ത് പുറത്തു പോകും. ഇതാണ് പാമ്പിൻ്റെ രീതി. പാമ്പ് പൊടി തിന്നുവെന്നേ, അങ്ങനെ തന്നെയാ ബൈബിള് പറഞ്ഞാൽ, അങ്ങനെ തന്നെയാ. ഒരക്ഷരവും ഇതിലെ തെറ്റു പറ്റാനായിട്ട് കഴിയത്തില്ല. അതെ, സർപ്പങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൊടി തിന്നുന്നവയാണ്. ബൈബിളില് എരിയും പുളിയും കൂട്ടാന് എന്തെങ്കിലും ചേർത്ത് പറഞ്ഞിരിക്കുന്നതല്ല, മറിച്ച് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, നാക്ക് ബൈഫർക്കേറ്റഡാ. ജേക്കബ്സൺ ഓർഗനാണ് മുകളിൽ, ഒരു വശത്തെ ജേക്കബ്സൺ ഓർഗനാണ് കാണിച്ചേക്കുന്നത്, മറുവശത്തും അതുപോലെ ഒരെണ്ണമുണ്ട്. പൊടി നക്കുക, അത് തിരിച്ചങ്ങ് മുകളിലെ ജേക്കബ്സൺ ഓർഗനിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് പൊടി അങ്ങ് വിഴുങ്ങും. ഇതാണ് പാമ്പിന്റെ ടെക്നോളജി. അപ്പം പാമ്പ് പൊടി തിന്നുക തന്നെയാണ്, അതിന് ഒരു സംശയമില്ല. സമയം അവസാനിച്ചു. ഓക്കെ, അടുത്ത സീരീസിൽ ഒരു സാധ്യത ചോദിച്ചോട്ടെ. ഫോളിന് മുമ്പ് ആനിമൽസിന് ഫ്രീ വിൽ ഉണ്ടായിരുന്നു? സാധ്യതയില്ല. അതിന്റെ കാരണം കൂടെ എനിക്കറിയണമെന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം കാക്കയ്ക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു 2 വയസ്സുകാരൻ്റെ ബുദ്ധിയെ ഉണ്ടെന്നുള്ളത് ചിലർ പറയുന്നു. കാക്കയ്ക്കാണോ പട്ടിക്കാണോ എന്നറിയില്ല. അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ പവർ ആനിമൽസിന് ഉണ്ടായതായാൽ പോരെ? ഈവൻ ഇഫ് ദേ ഹാവ് ഫ്രീ വിൽ, ദേ കനോട്ട് യൂസ്, ദേ ഡോണ്ട് ഹാവ് ദ ഫാക്കൽറ്റി ടു യൂസ് ദെയർ ഫ്രീ വിൽ ടു ഡു ബിഗ് തിങ്സ്. അങ്ങനെ ആയിക്കൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീ വിൽ ഇല്ല, ആനിമൽസിന് ഫ്രീ വിൽ ഇല്ല എന്ന് പറയാൻ എന്തെങ്കിലും ബിബ്ലിക്കലായിട്ടുള്ള കാരണമുണ്ടോ? ഒന്നാമത്തെ കാരണം, പാമ്പിനെ വാൺ ചെയ്യുന്നില്ല. ഫ്രീ വിൽ ഉണ്ടായിരുന്നെങ്കിൽ വാൺ ചെയ്യണമായിരുന്നു. വാൺ ചെയ്താൽ അതിന് മനസ്സിലാകുകയില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അത് തന്നെയാണ് അതിൻ്റെ തെളിവ്. പിന്നെ പുതിയ നിയമത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യവും ഉണ്ട്, മൃഗങ്ങളെ പോലെ സെൻസുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെ. അടുത്ത ക്ലാസ്സിൽ ഓർക്കുകയാണെങ്കിൽ ആ വാക്യം തരാം. ഞാൻ ഇങ്ങോട്ട് വന്ന് മറവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പണ്ടൊരാൾ പറഞ്ഞ പോലെ എനിക്ക് 2 പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം മറവിയാണെന്നുള്ളതാ, രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ ഓർക്കുക എന്നേൽ, അല്ലെങ്കിൽ അന്ന് ഓർപ്പിക്കുക. ജാത്യാലുള്ളത് വെച്ച് ജീവിക്കുന്ന ജീവികളെ പോലാണ് ദുഷ്ടന്മാരെന്നുള്ള ഒരു യൂസേജ് ബൈബിളിൽ കാണുന്നുണ്ട്. മൂഢമൃഗങ്ങൾ എന്നാണോ? ജീവികൾ എന്നാണോ, മൂഢമൃഗങ്ങൾ എന്നാണോ? മൂഢമൃഗങ്ങളെ പോലാണ് അവര് ദുഷ്ടന്മാര് എന്നുള്ളൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും മൂഢമൃഗങ്ങളാണെങ്കിൽ ജാത്യാലുള്ളതേ ജീവിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. മൂഢമൃഗങ്ങളാണെങ്കിൽ അതെല്ലാ മൃഗങ്ങളെ ഉദ്ദേശിച്ചാണോ? എനിക്ക് ആ വാക്യം അറിയത്തില്ല. മൂഢമൃഗങ്ങളാണെന്ന് നമുക്ക് അടുത്ത ആഴ്ച അതിലേക്ക് പോവാം. എന്തായാലും അല്ലാതെ അതിന് ഫ്രീ വിൽ ഉണ്ടായിരുന്നേ അതിനും കൂടെ വാണിംഗ് കൊടുത്തേനെ. ലോകത്തിലെ സകല ജാതികൾക്കും സകല ജീവികൾക്കും വാണിംഗ് കൊടുത്തേനെ. അങ്ങനെ വാണിംഗ് കൊടുക്കുന്ന ഒരു സിസ്റ്റമേ നമ്മൾ കാണുന്നില്ല. അത് ഞാൻ ചോദിക്കുക ഒരു കാരണം കൂടെ ഉണ്ട്. ഒരു ആദാമിന് ഇണയെ തേടുമ്പോൾ ആ വാക്യങ്ങളുടെ ഇടയ്ക്കാണ് മൃഗങ്ങളെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ആദ്യമേ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, പിന്നെ മൃഗങ്ങളെ കൊണ്ടുവരുന്നു, പേരിടിക്കുന്നു. ഇണയെ കണ്ടെത്തിയില്ലെന്നുള്ളൊരു ഐഡിയ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇണയെ കൊണ്ടുവന്നു എന്നുള്ളത് കണ്ടെത്താൻ പറ്റത്തില്ല. അതിനെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. നോ ക്രിയേഷൻ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സൺ ഫ്രം യുവർ ബോൺ ആൻഡ് ഫ്ലഷ്. അപ്പം ഞാൻ ചിന്തിച്ചത്, അങ്ങനെയാണെങ്കിലും ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫാക്കൽറ്റി ഇതിന് വേണ്ടേ? അത് ഓപ്പോസിറ്റാ പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ മെന്റൽ ഫാക്കൽറ്റി ഉള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ആനയുടെ കാര്യം, അതുപോലെ പട്ടിയുടെ കാര്യം, ചില പക്ഷികളുടെ കാര്യം, അതിന് ടൈമിങ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നും പറഞ്ഞൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അതിൽ ട്രെയിനബിലിറ്റി ഉൾപ്പെടുന്നുണ്ട്. അതിനെ ട്രെയിൻ ചെയ്തെടുക്കാം. അതും ഇൻസ്റ്റിങ്സാ, ജന്മവാസനകൾ ലിമിറ്റഡ് ആണ്. അത് എത്ര കപ്പാസിറ്റി അതിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് അത്രയും വരെ ട്രെയിൻ ചെയ്തെടുക്കാം. ട്രെയിൻ ചെയ്തില്ലേ കിട്ടത്തില്ല. പറ്റാതെ അനേകം മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എനിത്തിങ് ഫ്രം വിമൻ സൈഡ്? ഭരണപക്ഷത്തിന് എന്തെങ്കിലും സംശയമാണ്? ഓക്കെ, അപ്പം ഈ ദൈവവചനം
നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കണം? കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നോ? ഒരു സ്ഖലിതവുമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത, സമ്പൂർണമായിട്ട് വിശ്വസനീയമായ ഈ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളിത് പഠിക്കുന്നോ? നമ്മളിത് വായിക്കുന്നോ? നമ്മളിത് ധ്യാനിക്കുന്നോ? മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നോ? ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നോ? ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. വചനത്തോട് കൂടുതൽ വിശ്വസ്തത പുലർത്താൻ നമുക്കാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ.